പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശേഷാൽ ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താനദാസൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി അവറുകൾ, IPC എബനേസർ പുറമറ്റം ദൈവസഭയുടെ പുത്രിക സംഘടനയുടെ PYPA സൺഡേ സ്കൂൾ സഹോദരി സമാജം, അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വാർഷിക യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹിതരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളോടൊപ്പം ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ വാർഷിക യോഗത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത്, പ്രത്യേകിച്ച് ഇതൊരു പദവിയായി ഞാൻ കണക്കാക്കി, സകല മഹത്വത്തിനും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വാർഷിക യോഗം പുത്രിക സംഘടനകളുടെ എല്ലാവരുടെയും ചേർന്ന് സംയുക്തമായി നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങിൽ വളരെ തിടുക്കത്തോടും അപ്പോൾ തന്നെ സമയത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ഒരുക്കത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെയൊക്കെ കാത്തിരിക്കുന്ന ഒരു മീറ്റിംഗാണിത്. അതിനുവേണ്ടി ഒത്തിരി അധ്വാനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇനിയും തുടർന്ന് നടക്കേണ്ടതായ പ്രോഗ്രാമുകൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കേണ്ടതിന് അവർ വളരെ ഒരുക്കത്തോടു കൂടെ ആയിരിക്കുന്ന സമയം കൂടെയാണ്. PYPA എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് മുഖാന്തരം കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ എന്നാൽ കഴിയാവുന്നത് പോലെയൊക്കെ അവരുടെ ഇടയിൽ പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ ഓർക്കുകയാണ്. സൺഡേ സ്കൂൾ എന്ന മഹാപ്രസ്ഥാനം പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ദൈവവചനത്തിൽ തികവുള്ളവരാക്കുവാൻ പ്രതിഫലേച്ഛ കൂടാതെ നമ്മുടെ അധ്യാപകർ ദീർഘവർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ നന്മയാണ് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ. കൂടാതെ സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവസഭയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുവാൻ, ദേശത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്തൃദാസന്മാർക്ക് വേണ്ടി സുവിശേഷ തൽപരരായി ഒരു കൂട്ടം സഹോദരിമാരെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം അതത് ലോക്കൽ സഭകളിൽ ഉപയോഗിക്കുന്നതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്കൽ സഭയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം ദാസനാൽ ലഭിക്കുമ്പോൾ തന്നെ PYPയുടെ പ്രസിഡന്റായി ബ്രദർ പോൾ K. ജോസഫ്, സെക്രട്ടറി റോസിൻ റസൽ, ജോയിന്റ് സെക്രട്ടറി ബെൻ സജി, ട്രഷറർ സാം ജോർജ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്സസായി സിസ്റ്റർ മോളി ബാബു, സെക്രട്ടറി വീണ ബെനഡിക്റ്റ്, ട്രഷറർ ഏലിയാമ്മ ജോൺ, അതുകൂടാതെ സഹോദരി സമാജത്തിൻ്റെ പ്രസിഡന്റായി കർത്താവിനദാസി സിസ്റ്റർ ജിൻസി അലക്സ്, സെക്രട്ടറി സിസ്റ്റർ പൊന്നമ്മ ജോർജ്, ട്രഷറർ സിസ്റ്റർ ബ്ലസ്സി വർഗീസ്. ഈ പ്രിയപ്പെട്ടവരുടെ ആത്മീയ നേതൃത്വം, നിങ്ങളുടെ സേവനങ്ങൾ ഈ സഭയ്ക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ നമ്മുടെ ദൈവസഭകൾക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയ നന്മയും ഒരു വലിയ മുതൽക്കൂട്ടുമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഞാൻ വാക്കുകളെ ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, കുഞ്ഞുങ്ങൾ ദൈവസഭയുടെ മുതൽക്കൂട്ടാണ്. അവരെ ക്രിസ്തുവിൽ തികവുള്ളവരാക്കി ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഒരു ലോക്കൽ സഭാ ശുശ്രൂഷകൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും വലിയ കടപ്പാടാണ്. അവർക്ക് സഭയിൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായ ഒരു വലിയ കടമയാണ്. ദൈവസഭകളിൽ പലയിടങ്ങളിലും അത് തുലവും കുറവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്നതിലും അവരെ ദൈവവചനം പ്രസംഗിപ്പിക്കുന്നതിലും ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിപ്പിക്കുന്നതിലുമൊക്കെ ദൈവസഭകൾ ഒരു പടി കൂടെ മുന്നോട്ട് വരണം. നമ്മൾക്ക് മാത്രമായി, പ്രായമുള്ളവർക്ക് മാത്രമായി സഭായോഗങ്ങളും ഇടക്കൂട്ടായ്മകളും ഒന്നും ചുരുങ്ങാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ അവസരങ്ങൾ നൽകുമ്പോൾ അവർ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. അവർക്ക് ആത്മീയമായ ശുശ്രൂഷകൾക്ക് അവരെ കൂടെ ഒരു കൈ പിടിച്ച് മുൻപോട്ട് നയിക്കുമ്പോൾ അവരിൽ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം അവരെ ഭരിക്കുകയാണ്. നാളെയിൽ നാം ഇവിടുന്ന് മറഞ്ഞാലും ആത്മീക ശുശ്രൂഷകൾക്ക് അല്ലെങ്കിൽ ദൈവസഭയുടെ ഭൗതിക ആത്മീക പ്രവർത്തനങ്ങൾക്ക് വിഘ്നം കൂടാതെ സാക്ഷ്യമുള്ളവരായി നമ്മുടെ ദേശത്ത് ദൈവസഭയ്ക്ക് നിൽക്കേണ്ടത് നമ്മുടെ അടുത്ത തലമുറയാണ്.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ പങ്ക് നാം സ്മരിച്ചുകൂടാതെ വണ്ണം അത് വിലയുള്ളതാണ്, ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യം നാം ഓർക്കുമല്ലോ. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അന്തസത്ത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞൊരു വർഷം അവർ പഠിച്ചതും അവർ നേടിയതും അവർ പ്രാക്ടീസ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവസഭയിൽ അവർ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരത്തെ അവർ മനസ്സിലാക്കി അത് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും അതിപ്രാധാന്യതയാർന്ന സംഭവം. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ആരെങ്കിലും പരസ്യമായിട്ടൊന്ന് വായിച്ച് സഹായിച്ചാൽ സന്തോഷമാണ്. 2-ാം അധ്യായം ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. സുവിശേഷ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. എന്നെ ഒത്തിരി സ്പർശിച്ച ഒറ്റ വാക്ക് വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളതാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അതിനകത്ത് വളരെ ഘനഗംഭീരമായി ഓർപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ്, ഞങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഈ കാലഘട്ടം വളരെ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, വെല്ലുവിളികളുടെ കാലഘട്ടമാണ്. കാലത്തെക്കാളൊക്കെ അധികമായി വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്. ടെക്നോളജികൾ, പല വിധത്തിലുള്ള സാങ്കേതികമായ മികവുകൾ അവരുടെ ആത്മീയ ജീവിതത്തെക്കാൾ അധികമായി അവരുടെ വ്യക്തിത്വത്തെ കാർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും അവർ വിശ്വസിക്കുന്ന ദൈവവചനത്തിൽ കൂടെ അവർ എത്രത്തോളം അതിനെ ജയിക്കുന്നുണ്ട് എന്നും നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ കോളേജിൽ പോകും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകും, മടങ്ങി വരും. അവർ ചില സമയം ഭവനത്തിൽ നമ്മളോടൊരുമിച്ച് ചിലവഴിക്കും, അവർ പ്രാർത്ഥനയിൽ സംബന്ധിക്കും, കയറി കിടന്നുറങ്ങും. എത്ര സമയം അവർ ദൈവവചനം ധ്യാനിക്കുന്നുണ്ട് എന്നും എത്ര സമയം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നുണ്ട് എന്നും പ്രഭാത പ്രാർത്ഥനയിൽ അവർ നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ടോ എന്നും ഒക്കെ ഒരു മാതാവെന്ന നിലയിൽ, പിതാവെന്നുള്ള നിലയിൽ നാം ഒന്ന് ചിന്തിക്കുകയും നാം ഒന്ന് പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. എന്താണ് അങ്ങനെ അതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ഏതു സമയത്തും ആരെയും കാർന്നു പിടിക്കാൻ കഴിയുന്ന എല്ലാവിധ ചിന്താഗതികളും എല്ലാവിധമായ ക്രമീകൃതമായ ചില വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലെ ഹനിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ അപകടകരമായ സാഹചര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ, ഒരു കർത്താവനദാസൻ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് രാവിലെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ പലരുണ്ട്. ഒരു ദിവസം തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു കുട്ടി ഒരു കുഞ്ഞിന് ഒരു ചോക്ലേറ്റ് അല്ല, ഒരു മുട്ടായി പോലത്തെ ഒരു പദാർത്ഥം ഇങ്ങനെ റാപ്പറിൽ പൊതിഞ്ഞത് കൊടുത്തു. അപ്പം അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ സാധാരണ ഇച്ചിരി കട്ടിയുള്ള മുട്ടായി പൊടിച്ച് ചുരുട്ടി കെട്ടിയാൽ അങ്ങനെ ഇരിക്കും, അതുപോലൊരു വസ്തു. അപ്പം അത് കഴിക്കാനായിട്ട് കൊടുത്തു, അത് കഴിച്ചു. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സ്ഥിരമായി ഈ കുട്ടി ഇങ്ങനെ റാപ്പറിൽ പൊതിഞ്ഞ ഈ പൊടി, മുട്ടായിയുടെ രൂപേണയുള്ളൊരു പൊടി, അത് മുട്ടായി പൊടിച്ചതെന്നുള്ള വ്യാജേന കൊണ്ട് കൊടുക്കുകയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ പറയുകയാണ്, നീ ഇനി അത് കഴിക്കണ്ട, അത് മൂക്കിലോട്ടൊന്ന് വലിച്ചു കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഈ കൊച്ചുകുഞ്ഞ്, ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുഞ്ഞ് ഇത് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ അതിനെന്തോ അല്പം അസ്വസ്ഥതകളൊക്കെ നേരിട്ടു. നെറുകെ കയറി, തുമ്മാൻ തുടങ്ങി, ചുമയ്ക്കാൻ തുടങ്ങി, മൂക്കിൽ കൂടെ രക്തം വരാൻ തുടങ്ങി. സ്കൂളിലേക്ക് ചെന്നു. അവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരൊക്കെ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഇന്നാര് ഒരു ചോക്ലേറ്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ടായി പോലൊരു വസ്തു തരുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ട്, ഇന്ന് മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ പറഞ്ഞു. ഞാൻ മൂക്കിൽ വലിച്ചു കയറ്റാണ്, മുട്ടായി എൻ്റെ മൂക്കിൽ കുടുങ്ങിയതാന്ന് പറഞ്ഞു. അന്നേരം അതിൻ്റെ ഗൗരവം ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല. മയക്കുമരുന്ന് മുട്ടായിയിൽ കലർത്തി കൊണ്ടുവന്ന് കുട്ടികളുടെ ഇടയിലേക്ക് കൊടുക്കുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ കൊച്ചു കുഞ്ഞിനെ
സ്വാധീനിക്കുവാൻ കുട്ടികളെ ഉപയോഗിച്ച് മയക്കുമരുന്ന് ലഹരി മാഫിയകൾ നമ്മുടെ ചുറ്റും സജീവമായിട്ടുണ്ട്. ഞാൻ എൻ്റെ പിള്ളേരോട് പറയും, സ്കൂളിൽ ചെന്നാൽ എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും എത്ര നിൻ്റെ ബെസ്റ്റ് ആണെങ്കിലും തരുന്ന മുട്ടായി ഒന്നും എന്ത് ചെയ്യരുത്, വാങ്ങിക്കഴിക്കരുത്. നിങ്ങളത് വാങ്ങി ഇവിടെ കൊണ്ടുവരണം. എത്ര ഏറ്റവും അടുത്ത സ്നേഹിതനാണ്, ചിലപ്പോൾ ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ച് ഇന്നാ ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, കൊണ്ടുവരും. ആരും തരുന്ന ഒരു ആഹാര പദാർത്ഥവും വാങ്ങി കഴിക്കാൻ കഴിയാത്തൊരു കാലത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ചിലതിനോട് നമ്മൾ നോ പറയണം, ചിലതിനെ വേണ്ട എന്ന് വെക്കുവാൻ നമ്മൾ തയ്യാറാകണം. മദ്യവും മയക്കുമരുന്നും, പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മദ്യപിക്കുന്നവർ മുതിർന്ന ആളുകളാണ്, അവർ മാത്രമേ മദ്യപിക്കൂ എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു ഞങ്ങളുടെയൊക്കെ ചിന്തയിലുണ്ടായിരുന്നു. ഇപ്പം 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ എന്ത് ചെയ്യുകയാണ്, മദ്യപിക്കുകയാണ്. ഞാനതൊന്നും പറഞ്ഞ സമയത്തെ ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപകടകരമായ നിലയിൽ മദ്യവും മയക്കുമരുന്നും MDMA-യും ചരസും ഒക്കെയായി ഇങ്ങനെ കറങ്ങുന്ന വലിയ മാഫിയകൾ നമ്മുടെ ചുറ്റിലുമുള്ളപ്പോൾ ഒരു ദൈവവചനം അഭ്യസിച്ച ഒരു കുഞ്ഞ് നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥയെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരിടം അത് സൺഡേ സ്കൂളാണ്. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അവരെക്കുറിച്ച് മാതാവിനോടോ പിതാവിനോടോ തുറന്നു പറയുവാൻ കഴിയാത്ത പല കാര്യങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകരോട് പറയുന്നവരെ എനിക്കറിയാം. വ്യക്തിപരമായി വ്യക്തിബന്ധമുള്ള ശുശ്രൂഷകന്മാരോട്, പാസ്റ്റേഴ്സിനോട് ചെന്ന് കുഞ്ഞുങ്ങൾ ഹൃദയം തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരനുഭവിക്കുന്ന പ്രതിസന്ധി, അവരേതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടെങ്കിൽ, ഇതുപോലെയുള്ള കുടുക്കുകളിൽ അവരകപ്പെട്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. ചിലതിനൊക്കെ നോ പറയുവാൻ നമുക്ക് കഴിയണം. ഇവിടെ വായിച്ച വാക്യം ഇതാണ്: സുവിശേഷത്തിന് സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടത് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലതിന് വഴങ്ങാത്തവരായി, ദൈവം നമ്മളെക്കുറിച്ച് അനുവദിക്കാത്ത, ആഗ്രഹിക്കാത്ത, ദൈവഹിതമല്ലാത്ത ഒന്നിനും വഴങ്ങാത്തവരായി നാം വിശ്വസിക്കുന്ന ഈ വചനം, ഈ സത്യസുവിശേഷം നമ്മിൽ നിലനിൽക്കേണ്ടതിന് അവർക്ക് ഒന്നിനും ഒരു നാഴിക പോലും വഴങ്ങുവാൻ അവർ നിൽക്കാതെ വണ്ണം കർത്താവിൻ്റെ വചനത്തെ അവർ ഉയർത്തിപ്പിടിക്കുവാനിടയായി. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, ചിലതിനെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? സമൂഹത്തിന്റെ വിപത്തുകളെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല. ലവ് ജിഹാദ് പോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പലതിലേക്കും കൊണ്ടുപോകുന്ന പ്രവണതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. വഴങ്ങുന്നവർ കെണിയിലകപ്പെടും, വഴങ്ങാത്തവർ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കും. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ഭരിച്ചു തുടങ്ങിയാൽ, നിങ്ങൾ പഠിച്ച വചനം നിങ്ങളുടെ ഉള്ളിൽ ചലിച്ചു തുടങ്ങിയാൽ, നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പകർന്നു തരുന്ന വേദവാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയാൽ, നാം ചിലതിന് നോക്കി വഴങ്ങാത്തവരായി മാറി നിൽക്കും. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് ഈ പദം വേർപാട് എന്നത്. ഇന്ന് വേർപാട് പലതിലും ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ചിലതിനോട് നാം വേർപെടുന്നവരായി മാറണം. ചിലതിനെ വഴങ്ങാതെ ദൈവസന്നിധിയിൽ കൃപയുള്ളവരായി നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഒരു സൺഡേ സ്കൂളിൽ രാവിലെ വന്ന് 8:30-ക്കോ 9 മണിക്കോ വന്ന് അരമണിക്കൂർ ദൈവവചനം പഠിച്ച് പോയി ചർച്ചിലൊരു മെമ്മറി വേർഡ്സ് പറഞ്ഞു, അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊന്നും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. കാരണം ഉച്ചയ്ക്ക് ആ യോഗം കഴിഞ്ഞ് ചെന്ന് വിഭവസമൃദ്ധമായ ആഹാരം എല്ലാവർക്കും വിളമ്പാൻ തക്കയോഗ്യമായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമെങ്കിൽ ഇവർ ഞായറാഴ്ച നേരത്തെ എഴുന്നേക്കണം. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി തിടുക്കത്തോടെ എഴുന്നേറ്റ് എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ശമ്പളവും ഇല്ലാതെ, പ്രതിഫലേച്ഛ കൂടാതെ അവർ നിങ്ങളെ പഠിപ്പിക്കുവാനായി ആലയത്തിലേക്ക് ഓടി വരികയാണ്. അവർ പഠിപ്പിക്കുന്ന വചനത്തിന് അത്ര കാമ്പുണ്ട്, അത്ര ഉറപ്പുണ്ട്. അത് വിശ്വസിക്കുവാൻ തക്ക വിശ്വാസയോഗ്യമായ വചനമാണ്. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, അവരെ നേരായ പാതയിലൂടെ നയിക്കുവാനൊക്കെ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ഇവിടെ ലേഖകൻ പറയുകയാണ്, സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്. ഒറ്റ കാര്യം പറയാം,
നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. കർത്താവിന്റെ ദാസൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കർത്തൃഭൃത്തനാണ്. ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. ദൈവവചനം പ്രഘോഷിക്കുന്നത് ഈ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ നമ്മൾ വിടുവാനല്ല. നിങ്ങൾ കേൾക്കപ്പെടുന്ന വചനമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ കുറിച്ചിടുവാൻ, നിങ്ങൾ വിശ്വസിച്ച ഈ സത്യസുവിശേഷത്തിൻ്റെ ഈ അന്തസത്ത, ഈ സത്യം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിന്. നമ്മൾ ഒരു പെന്തക്കോസുകാരൻ എന്ന് പറഞ്ഞിട്ടോ, സ്കൂളുകളിൽ പോയാൽ ഇപ്പം പെന്തക്കോസുകാരൻ എന്ന് പറയാൻ നമുക്ക് മടിയല്ലേ? ഞാനൊരു പെന്തക്കോസുകാരനെന്ന് പറയാൻ പലർക്കും മടിയാണ്. പക്ഷെ നിങ്ങളൊരു യഥാർത്ഥ ദൈവപൈതനാണെങ്കിൽ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തി കാട്ടി വിളിച്ചു പറയണം, ഞാൻ യേശുവിനെ സേവിക്കുന്ന ഒരു ദൈവപൈതലാണ്, കർത്താവിൻ്റെ ഒരു മകനാണ്, മകളാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയണം. ഈ വിശ്വസിച്ച ഈ വിശ്വാസ പ്രമാണം, ഈ സത്യസുവിശേഷം നിങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ചിലതിനോട് നിങ്ങൾ നോ പറയണം. ചിലതിനെ നോക്കി നിങ്ങൾ ഞാൻ അതിന് വഴങ്ങുകയില്ലെന്ന് പറയണം. ഒരാൾ വന്നിട്ട് പറയണം, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? നമുക്ക് എറണാകുളം ലുലു പോയിട്ട് അവിടെ ഏറ്റവും നല്ല എന്തുവാ ഡോൾബി സിസ്റ്റം ഒക്കെ ഉള്ള ഭയങ്കര തിയേറ്ററൊക്കെ ഉണ്ട്. ആരും കാണത്തില്ല, പാസ്റ്ററുകളും കാണത്തില്ല, നമ്മുടെ ചർച്ചിലെ ആരും കാണത്തില്ല. നമുക്ക് അവിടെ പോയാലോ എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ലോക്കൽ പാസ്റ്ററോ നിങ്ങളുടെ വിശ്വാസികളോ നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പേ ഒരാൾ ആ ലുലു മാളിൽ ചെന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരാളവിടെ നിൽപ്പുണ്ട്. ആ ആള് നിങ്ങൾ സേവിക്കുന്ന കർത്താവാണ്. നീ പോകുന്ന വഴി, നീ ഇരിക്കുന്ന ഇരിപ്പിടവും, നീ സഞ്ചരിക്കുന്ന പാതയും എല്ലാം അറിയുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇപ്പം ചിലതിനോട് നോ പറയുവാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം ഒത്തിരി പ്രോമിസസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ വലിയ ആൾക്കാരാകും. കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് ഈ സഭയുടെ അംഗങ്ങളായിരുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ അവർ ലോകമെമ്പാടും വ്യത്യസ്ത നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും ഉന്നതമായ പദവികൾ വഹിക്കുന്നവരുമാണ്. ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവർ എത്തിച്ചേരുവാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? ഇനിയും ഈ കുഞ്ഞുങ്ങളും അതുപോലെ കാത്തിരുന്നൊരു വലിയ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഈ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, സുവിശേഷീകരണത്തിൽ എന്നെ കൊണ്ടൊന്ന് പങ്കാളിയാക്കുമോ? വില്യം ബൂത്ത് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം അദ്ദേഹം നിരാശയോടെ മടങ്ങി. 2ാം പ്രാവശ്യം വീണ്ടും ആ വാതിൽ ചെന്ന് മുട്ടി. വില്യം ബൂത്ത് വന്ന് നോക്കുമ്പോൾ വീണ്ടും അതേ മനുഷ്യൻ. കാരണം ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായതുകൊണ്ട് സുവിശേഷ വേലയ്ക്കൊന്നും അദ്ദേഹം പ്രാപ്തനല്ല, യോഗ്യനല്ല എന്ന് കണ്ട് പലപ്പോഴും മടക്കി അയച്ചു. ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം ആ മനുഷ്യൻ വില്യം ബൂത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചു. സഹി കെട്ടിട്ട് ഈ വില്യം ബൂത്ത് ഒരു ജോലി അദ്ദേഹത്തിന് കൊടുക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ക്യാമ്പസിൽ അനേക മിഷണറിമാർ പ്രവർത്തിക്കുന്ന ആ ക്യാമ്പസിൻ്റെ ഒരു ഏറ്റവും മൂലയ്ക്കുള്ള ഒരു റൂമിൽ ആളുകൾ ഇടുന്ന ഷൂ അടുക്കി വെച്ചിരിക്കുന്ന റാക്കുകൾ നിറഞ്ഞ ഒരു മുറി. അനേക ആളുകൾ വന്ന് ഷൂ ഊരി വെച്ചിട്ട് പോളിഷ് ചെയ്ത് വീണ്ടും വൃത്തിയാക്കി എടുത്തുകൊണ്ട് പോകുന്നൊരു സ്ഥലം. ആ ഷൂ റാക്ക് ഇരിക്കുന്ന റൂമിൽ, മുഷിഞ്ഞ ഗന്ധമുള്ള ആ മുറിയിൽ ഈ മനുഷ്യനെ ഒരു ജോലിക്ക് നിയമിക്കുവാൻ വില്യം ബൂത്ത് നിർബന്ധിതനായി. വില്യം ബൂത്ത് ഓർത്തു, ഞാൻ ഈ ജോലി കൊടുക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല, അദ്ദേഹം അത് നിരസിച്ചിട്ട് ഇറങ്ങിപ്പോകുമെന്നാണ് കരുതി. പക്ഷെങ്കിൽ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്നത് കൊണ്ട് ആ ജോലി താൻ ശിരസ്സായി ഏറ്റെടുത്തു. ആ മുറിയിൽ മുഷിഞ്ഞു നാറുന്ന ഷൂവും സോക്സും ഒക്കെ ഇരിക്കുന്ന മുറിയിൽ ദീർഘമായ വർഷങ്ങൾ അദ്ദേഹം ആ ജോലി ചെയ്തു. ഷൂ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഒരു ദിവസം ആളുകളെ പറഞ്ഞേക്കും, അന്ന് വൈകിട്ട് വീണ്ടും ആ ഷൂ അവിടെ എത്തും, വീണ്ടും അത് പോളിഷ് ചെയ്ത് ദീർഘമായ 10-12 വർഷങ്ങൾ ഈ സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ ആ ജോലി ചെയ്തു. ഒരു ദിവസം സാൽവേഷൻ ആർമിയുടെ ഏറ്റവും വലിയ ഒരു ആനുവൽ കൺവെൻഷൻ അവിടെ നടക്കുകയാണ്. ആ വർഷത്തെ കൺവെൻഷന് പ്രഗത്ഭന്മാരായ ആളുകളെ ആ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ സാമുവൽ ബ്രിങ്കിൾ എന്നും ഷൂ പോളിഷ് ചെയ്തും അതിനുശേഷം ജോലിക്ക് ശേഷമുള്ള ഒഴിവ് സമയങ്ങൾ താൻ ചെയ്തു വന്നിരുന്നത് വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാ ദിനവും അത് ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ
ഈ ആനുവൽ കൺവെൻഷന് വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്ന ഈ സമയം, കൺവെൻഷന്റെ 5-ാമത്തെ ദിവസം വില്യം ബൂത്തിന് ഒരു ടെലിഗ്രാം വന്നു. ഏറ്റവും ഒടുവിലത്തെ ദിവസം ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷൻ അവിടെ പ്രസംഗിക്കാൻ വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത നിമിത്തം ആ കൺവെൻഷനിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാൻ കടന്നു വരുവാൻ കഴിയുകയില്ല എന്നുള്ള സന്ദേശമായിരുന്നു ആ ടെലിഗ്രാമിൽ. വില്യം ബൂത്ത് ഭയങ്കര നിരാശയോടെ ചാപ്പലിലേക്ക് ഓടിപ്പോയി നെടുമ്പാട് വീണ് കിടന്ന് കരയുവാൻ തുടങ്ങി. കാരണം കൺവെൻഷന്റെ 5-ാം ദിവസമായി 7-ാം ദിവസം പ്രസംഗിക്കേണ്ട ആൾ എത്തത്തില്ല എന്നുള്ള ഒരു വലിയ സങ്കട വാർത്ത കേട്ടിട്ട്, കർത്താവേ, ഞാൻ ആരെയാണ് 7-ാമത്തെ ദിവസം ഇനിയും ഈ വചന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കേണ്ടതെന്നുള്ള വലിയ ഭാരം തന്നെ അലട്ടി താൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പ്രാർത്ഥനയുടെ അവസാനം തൻ്റെ ചെവിയിൽ മുഴങ്ങിയ ഒരു ശബ്ദം, അത് സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരായിരുന്നു. വില്യം ബൂത്ത് ആകെ ഒരു ചഞ്ചലതയോടുകൂടെ എഴുന്നേറ്റിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അദ്ദേഹം ഇവിടുത്തെ ഷൂ പോളിഷ് ചെയ്യുന്നയാളാണ്. ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി സമയത്ത് വാർത്തിരിക്കും? അദ്ദേഹം എന്ത് പ്രസംഗിക്കും? വീണ്ടും പ്രാർത്ഥിച്ചു. ഒടുവിൽ വീണ്ടും കേട്ട ശബ്ദം സാമുവൽ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ ആ ശബ്ദമായിരുന്നു. പല പ്രാവശ്യമായി ഈ ശബ്ദം മുഴങ്ങിക്കേട്ടപ്പോൾ വില്യം ബൂത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ഇത് ദൈവത്താൽ ഇടപെടലുണ്ടായ ദൈവിക ഇടപെടലിന്റെ ഒരു ശബ്ദമായതുകൊണ്ട് എനിക്ക് സാമുവൽ ബ്രിങ്കിൾ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലണം, എനിക്ക് അവനോട് ഈ വിവരം പറയണം. ആ മുഷിഞ്ഞ ഷൂ ഒക്കെ ഇരിക്കുന്ന ആ മുറിയിലേക്ക് വില്യം ബൂത്ത് ഓടി ചെല്ലുമ്പോൾ അവിടെ സാമുവൽ ബ്രിങ്കിളിന് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഈ യോഗത്തിന്റെ അവസാന ദിവസം പ്രസംഗിക്കേണ്ടത് നീയാണ്. വില്യം ബൂത്ത് ഓർത്തു. ഭയങ്കര ഞെട്ടലോടെ വലിയ എക്സൈറ്റ്മെന്റിനോടുകൂടെ ചാടി എഴുന്നേറ്റ് അയ്യോ എന്നൊക്കെ പറയുമെന്നാണ്. പക്ഷേ വില്യം ബൂത്ത് കരുതിയത് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ലാതെ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തനിക്ക് പറ്റുന്ന ഒരു വേഷവും അന്ന് അവിടെ ഇല്ല. തനിക്ക് ചേരാത്ത ഫിറ്റാകാത്ത വേഷവും ഷൂവും ഒക്കെ ഇട്ട് ആ 7-ാമത്തെ ദിവസം ആ വലിയ മഹായോഗത്തിന്റെ വേദിയിൽ താൻ പ്രസംഗിക്കുവാനായി കയറി. പ്രസംഗിക്കുവാനായി വില്യം ബൂത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രാരംഭത്തിൽ എഴുന്നേറ്റ് നിന്ന് മുഴുവൻ ആളുകൾക്ക് വേണ്ടി തുടക്കത്തിലെ സാമുവൽ ബ്രിങ്കിൾ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഏകദേശം 50,000 സീറ്റ് ഇട്ട കസേരയിൽ ഒരാൾ പോലും ആ സീറ്റിലില്ല. സാമുവൽ ബ്രിങ്കിൾ ഭയങ്കരമായി നിരാശയോടെ തൻ്റെ പ്രസംഗം കേൾക്കുവാൻ താല്പര്യമില്ലാതെ തന്നെ അവഗണിച്ച ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയെന്ന് കരുതി ഞെട്ടലോടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ കസേരയുടെ താഴെ വന്നുകൂടിയ ആയിരങ്ങൾ വീണ് കിടന്ന പ്രാർത്ഥനയിൽ കരയുകയാണ്. സാൽവേഷൻ ആർമിയുടെ ഉണർവിന് തുടക്കം കുറിച്ച വില്യം ബൂത്തിന് ശേഷം സാൽവേഷൻ ആർമി എന്ന പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്തിയ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാഷകനായി സാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ആ യുവ സുവിശേഷകനെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വഴികളൊന്നും ഒരുപക്ഷെ തുറന്നു എന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിലും നിങ്ങളുടെ മുമ്പിലുള്ള വാഗ്ദത്തങ്ങളെ നിങ്ങൾ എങ്ങനെ പ്രാപിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും, വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്നാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നുള്ളത്, ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെന്നുള്ളത് ദൈവിക പദ്ധതിയാണെങ്കിൽ, എത്ര കാത്തിരുന്നാലും ആ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഒരു വലിയ വിശ്വാസം, ഒരു വലിയ ഉറപ്പ്, ഒരു വലിയ വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഭാവിയിലെ സാമുവൽ ബ്രിങ്കിൾമാരായി സുവിശേഷത്തിന് മാറ്റുരയ്ക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന ഒരു കൂട്ടം യൗവനക്കാരെ വാർത്തെടുക്കുവാൻ IPC എബനേസർ പുറമറ്റം സഭയ്ക്ക്, ഇവിടെയുള്ള PYPAയ്ക്ക്, ഇവിടെയുള്ള സൺഡേ സ്കൂളിന്, സോദരി സമാജത്തിന്, പ്രത്യേകിച്ച് ദൈവസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നോ പറയേണ്ടതിനോട് നോ പറയുവാൻ, വഴങ്ങാത്തതിനെ ഞാനൊരിക്കലും വഴങ്ങുകയില്ല എന്ന്, ചിലതിനെ നോക്കി ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് പറയുവാനുള്ള കെൽപ്പും കരുത്തും വലിയ നിയോഗവും നിങ്ങളുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, IPC എബനേസർ പുറമറ്റം ദൈവസഭയുടെ PYPA സൺഡേ സ്കൂൾ സോദരി സമാജം സംയുക്തമായി നടത്തുന്ന ഈ വാർഷികത്തിന് എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട്, ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ലോക്കൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, പുത്രിയ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ അലക്സ് കൊണ്ടാഴി അവറുകൾ, നിങ്ങളുടെ ഏവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.